ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ആദീസ് ആൻഡ് നിധീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ പായസമാണ് വെക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ് ഗോതമ്പ് നുറുക്ക് കൊണ്ടുണ്ടാക്കുന്ന പായസം. അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് ഗോതമ്പ് നുറുക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം 1 മണിക്കൂറൊന്ന് കുതിരാൻ വെക്കണം. അങ്ങനെ 1 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് അത് കുക്കറിനകത്തിട്ട് വേവിക്കാനുണ്ട്. അപ്പം 1 മണിക്കൂറൊന്ന് അടച്ച് വെച്ച് കുതിരാൻ വെക്കാം. അപ്പോൾ 1 മണിക്കൂർ വെച്ചതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അത് കുക്കറിനകത്തോട്ട് മാറ്റാം. അപ്പം 1 ഗ്ലാസ് ഗോതമ്പ് നുറുക്കിന് ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് അത് വേവിക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കറിനകത്ത് വെച്ച് ഒരു 4 വിസിലടിപ്പിക്കുന്നുണ്ട്. 4 വിസിലടിച്ചപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓരോ കുക്കറിൻ്റെ അനുസരിച്ചിരിക്കും അതിൻ്റെ വേവ്. അപ്പോൾ എൻ്റെ കുക്കറിൽ 4 വിസിലടിച്ചപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഗോതമ്പ് നുറുക്ക് വേവിക്കാൻ വെച്ച സമയത്ത് തന്നെ ഞാനൊരു വേറൊരു പാത്രത്തിൽ ചൗവരി വേവിക്കാൻ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൗവരിയോടെ വെന്ത് വരുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഗോതമ്പ് നുറുക്ക്. അതിലേക്ക് ശർക്കര പാനിയാക്കി ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര പാനിയിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്നിടം വരെ അത് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുക്കണം. അങ്ങനെ ഒന്ന് കുറുകി വരുമ്പോഴേക്കും അതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റായിരിക്കും. പക്ഷേങ്കിൽ ഞാനിവിടെ പശുവിൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത്. പശുവിൻ പാൽ ഞാനൊരു 3/4 കപ്പ് പശുവിൻ പാലും പിന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാലിനകത്ത് കിടന്ന് ഒന്നും കൂടെ ഈ ഗോതമ്പ് നുറുക്ക് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ ചൗവരി വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൗവരി വേവിച്ചതും കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി ഒന്ന് കുറുക്കി എടുക്കണം. അങ്ങനെ അതെല്ലാം ഒന്ന് കുറുകി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് അടുത്ത പാല് ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനൊരു 3/4 കപ്പ് തനിപ്പാലാണ്. അതിലേക്ക് ഞാൻ വെള്ളമൊന്നും മിക്സ് ചെയ്തിട്ടില്ല. തനിപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏലക്കയുടെ പൊടിയും കൂടെ, ഏലക്കപ്പൊടിയല്ല ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും പാനിനകത്ത് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ഞാൻ അതിലേക്ക് കശുവണ്ടിയും മുന്തിരിയും കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കശുവണ്ടിയും മുന്തിരിയും നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഈ പായസത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഗോതമ്പ് നുറുക്ക് പായസത്തിന്. നമ്മുടെ പാലടയൊക്കെ വെക്കത്തില്ലേ, പാലട പായസമൊക്കെ വെക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഗോതമ്പ് നുറുക്ക് പായസം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഞാനിവിടെ പായസം ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്തിരി അണ്ടിപ്പരിപ്പും ഇട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ.